ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജുപേഴ്സ്. പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞത് 3 മാർക്കിൻ്റെയും എസ് എ ക്വസ്റ്റ്യൻസുമാണ്. അതായത് 8 മാർക്കിൻ്റെയും ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും വരാൻ സാധ്യത ഉള്ള. ഓക്കെ, ഇനി ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4 മാർക്കിൻ്റെ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളാണ്. 4 മാർക്കിന് വരാവുന്ന ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, രാഷ്ട്രീയ സിദ്ധാന്ത പഠനത്തിൻ്റെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് ഓഫ് പൊളിറ്റിക്കൽ തിയറി. സെക്കൻഡ് പാർട്ട് എന്നുള്ള ചോദ്യമാണിത്. എന്തൊക്കെയാണ് പൊളിറ്റിക്കൽ തിയറിയുടെ ഇമ്പോർട്ടൻസ്? ഫസ്റ്റ് വൺ, ടു ചൂസ് എ പ്രിഫേർഡ് പ്രൊഫഷൻ. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷൻ പൊളിറ്റിക്കൽ തിയറി പഠിക്കുന്നതിലൂടെ ചൂസ് ചെയ്യാൻ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നു. സെക്കൻഡ് വൺ, ടു ഡെവലപ്പ് സിവിൽ കോൺഷ്യസ്നെസ്. പൗരബോധം വളർത്തിയെടുക്കാൻ സഹായിക്കുന്നു. ടു അവെയർ അബൌട്ട് പൊളിറ്റിക്കൽ ഫിനോമിന. രാഷ്ട്രീയ സിദ്ധാന്തത്തെക്കുറിച്ച് ബോധവാന്മാരാക്കുന്നു. ടു നോ പൊളിറ്റിക്കൽ കൺസെപ്റ്റ്. രാഷ്ട്രീയ സങ്കല്പങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ടു നോ അബൌട്ട് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്. രാഷ്ട്രത്തെയും രാഷ്ട്രകൂടത്തെയും കുറിച്ച് പഠിക്കാൻ സാധിക്കുന്നു. ടു നോ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ആൻഡ് ഓർഗനൈസേഷൻ. അന്താരാഷ്ട്രീയത്തെക്കുറിച്ചും സംഘടനകളെക്കുറിച്ചും ഒക്കെ പഠിക്കാൻ സാധിക്കുന്നു. ടു നോ ദ പ്രിൻസിപ്പിൾസ് സച്ച് ആസ് ലിബർട്ടി, ഈക്വാലിറ്റി, ജസ്റ്റിസ്, ലോ. നിയമം, നീതി, തുല്യത, അതുപോലെ തന്നെ സ്വാതന്ത്ര്യം തുടങ്ങിയ തത്വങ്ങളെക്കുറിച്ച് അറിയാനും പഠിക്കാനും സാധിക്കുന്നു. ടു നോ ദ വേരിയസ് പൊളിറ്റിക്കൽ ഐഡിയോളജീസ്. വ്യത്യസ്ത രാഷ്ട്രീയ ആദർശങ്ങളെക്കുറിച്ച് അറിയാനും, അതായത് സച്ച് ആസ് ഡെമോക്രസി, ജനാധിപത്യം, സോഷ്യലിസം, മതേതരത്വം മുതലായ. ഓക്കെ, ദെൻ ലാസ്റ്റ് പോയിന്റ്, ടു നോ വേരിയസ് ടൈപ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. വ്യത്യസ്ത തരത്തിലുള്ള ഭരണഘടനകളെക്കുറിച്ച് പഠിക്കാൻ സാധിക്കുന്നു. ഇതൊക്കെയാണ് രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം. സിഗ്നിഫിക്കൻസ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് പൊളിറ്റിക്കൽ തിയറി എന്ന ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ട ഉത്തരം. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ 4 മാർക്കിന് വരാവുന്നത്, രാജ്യസഭയുടെയും ലോകസഭയുടെയും അധികാരങ്ങൾ. പവേഴ്സ് ഓഫ് ലോക്സഭ ആൻഡ് രാജ്യസഭ. ഉത്തരം നമുക്ക് വേഗം ഒന്ന് പറഞ്ഞു പോവാം. എല്ലാ ഉത്തരങ്ങളും ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കൂടിപ്പോകും കേട്ടോ. ദെൻ ഏതായാലും നിങ്ങൾക്ക് പെട്ടെന്ന് എക്സാമിൻ്റെ തലേ ദിവസം തന്നെ കേട്ട് പഠിക്കാം. രാജ്യസഭയുടെ അധികാരങ്ങൾ: ലോ മേക്കിംഗ്, നിയമനിർമ്മാണം. കൺട്രോൾ ഓവർ എക്സിക്യൂട്ടീവ്, എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കാനുള്ള അധികാരം. എലക്ട് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ്, പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കാനുള്ള അധികാരം. കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഫംഗ്ഷൻ, ഭരണഘടനാപരമായ ചുമതല. ഇംപീച്ച്മെന്റ് നടത്താനുള്ള, അതായത് പ്രസിഡന്റിനെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം. ദെൻ ലോകസഭ ഓൾസോ ലോ മേക്കിംഗ്, കൺട്രോൾ ഓവർ എക്സിക്യൂട്ടീവ്, സെയിം ഫംഗ്ഷൻ പവർ ആണ്. ദെൻ എലക്ട് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഫംഗ്ഷൻ, ഇംപീച്ച്മെന്റ് കൂടാതെ നോ കോൺഫിഡൻസ് മോഷൻ ലോകസഭയുടെ അധികാരമാണ്. ദെൻ മണി ബിൽ, ധനബില്ല് അവതരിപ്പിക്കാനുള്ള അധികാരം ലോകസഭയ്ക്ക് മാത്രമുള്ള അധികാരമാണ്. അപ്പോൾ ഇതൊന്ന് നോക്കി വെക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ആഗോള പൗരത്വം, സാർവത്രിക പൗരത്വം. യൂണിവേഴ്സൽ സിറ്റിസൺഷിപ്പ്, ഗ്ലോബൽ സിറ്റിസൺഷിപ്പ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. യൂണിവേഴ്സൽ സിറ്റിസൺഷിപ്പ് എന്താണ്? The citizenship should be made available to those ordinarily live in a country and work in a country as well as to those who apply for citizenship. Then global citizenship, we are living in a global society. Consider the whole people in the world as global citizens. മൊത്തം ജനങ്ങളും എന്താണ്? ഗ്ലോബൽ സിറ്റിസൺസ് ആണ് എന്നുള്ള ഒരു കൺസിഡറേഷൻ. ആൻഡ് ഇറ്റ് ഈസ് ആൻ ഇമാജിനറി കൺസെപ്റ്റ്. ഇതൊരു ഇമാജിനറി സാങ്കല്പിക കൺസെപ്റ്റാണ്, ഒരു ഇമാജിനറി കൺസെപ്റ്റാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, അത് പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേവല ഭൂരിപക്ഷ സമ്പ്രദായവും ആനുപാതിക സമ്പ്രദായവും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. അതായത് FPTP സിസ്റ്റവും PR സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് ഡയറക്റ്റ് ഇലക്ഷനാണ്, മറ്റൊന്ന് ഇൻഡയറക്റ്റ് ഇലക്ഷനാണ്. FPTP സിസ്റ്റം എന്താണ്, PR സിസ്റ്റം എന്താണ്, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഹാനി സിദ്ധാന്തത്തെക്കുറിച്ച് വിശദീകരിക്കാനാണ് ഹാം പ്രിൻസിപ്പിൾ. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹാം പ്രിൻസിപ്പിളിൻ്റെ വക്താവ് JS മില്ലാണ് ഈ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്. ഹാനി സിദ്ധാന്തം എന്താണെന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ സ്വാതന്ത്ര്യം അത് മറ്റുള്ളവർക്ക് ഹാനികരമാവാൻ പാടില്ല, അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് നെഗറ്റീവായി നമ്മുടെ സ്വാതന്ത്ര്യം എഫക്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഈ സിദ്ധാന്തത്തെ JS മില്ല് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന്
സ്വസംബന്ധിയായ പ്രവർത്തനവും അപരസംബന്ധിയായ പ്രവർത്തനവും, അതായത് സെൽഫ് റിഗാർഡിംഗ് ആക്ഷൻസും അതർ റിഗാർഡിംഗ് ആക്ഷൻസുമാണ്. അപ്പോൾ ഈ സെൽഫ് റിഗാർഡിംഗ് ആക്ഷൻസ് അഫക്റ്റഡ് ദ പേഴ്സൺ ഓൺലി, നോബഡി എൽസ്, അല്ലേ? അതെന്താണ്? സ്വന്തത്തെ മാത്രമേ ആ ഒരു സംഗതി ബാധിക്കുള്ളൂ, മറ്റുള്ളവരെ ഒന്നും ബാധിക്കൂല. അതർ റിഗാർഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ മറ്റുള്ളവരെയും കൂടെ ബാധിക്കുന്നതാണ് എന്ത്? അതർ റിഗാർഡിംഗ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്ന് വിശദമായിട്ട് പഠിച്ചു വെക്കുക, ആ ചോദ്യം ചോദിക്കും. ഓക്കെ. നെക്സ്റ്റ് വൺ, ബോറോഡ് പ്രൊവിഷൻസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടന കടമെടുത്തത്. പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന പല കാര്യങ്ങൾ കടമെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നും എന്തെല്ലാമാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് എന്നുള്ളത് പഠിക്കുക. അത് നമ്മൾ നന്നായിട്ട് ക്ലാസ്സിലൊക്കെ വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചില പ്രധാനപ്പെട്ടതൊക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അയർലാൻഡിൽ നിന്നാണ് DPSP കടമെടുത്തത്, അല്ലേ? ഫണ്ടമെൻ്റൽ റൈറ്റ് ഫ്രം US. അങ്ങനെയുള്ള പ്രധാനപ്പെട്ടതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. പറ്റുമെങ്കിൽ അത് കംപ്ലീറ്റ് പഠിക്കാതെ മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ വൺ വേർഡ് ആയിട്ടോ ഒക്കെ വരും. ഓക്കെ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളാണ്. തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾക്കുള്ള ഇലക്ടോറൽ റിഫോം, അല്ലേ? റിഫോമിനുള്ള സജഷൻസ് ആണ്. ഓക്കെ. അപ്പോൾ പ്രധാനപ്പെട്ട ഇലക്ടോറൽ റിഫോംസ് കുറേ പോയിൻറ്റ്സ് ആയിട്ട് വളരെ കൃത്യമായിട്ട് പുസ്തകത്തിലുണ്ട്. അത് വായിച്ച് പഠിക്കുക. അത് ഞാൻ കംപ്ലീറ്റ് ഇവിടെ പറയാൻ നിന്നാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടി പോകുന്നു. അതന്നെ പറ്റുന്നതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ബാക്കി പുസ്തകത്തിൽ നല്ല വൃത്തിക്കുള്ളത് നമ്മൾ വെറുതെ ഇവിടെ വീണ്ടും പറയേണ്ടതില്ല. പെട്ടെന്ന് നിങ്ങൾക്ക് എടുത്ത് അത് പഠിച്ചു വെച്ചാൽ മതി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യ കേവല ഭൂരിപക്ഷ സമ്പ്രദായം സ്വീകരിക്കാനുള്ള കാരണം എന്തെല്ലാം? ഇന്ത്യ കേവല ഭൂരിപക്ഷ സമ്പ്രദായം സ്വീകരിക്കാനുള്ള കാരണങ്ങൾ, അതായത് FPTP സിസ്റ്റം ഇന്ത്യ സ്വീകരിക്കാനുള്ള കാരണം. ആ ചോദ്യം ഷുവറാണ്. അതിൻ്റെ ആൻസർ ഞാൻ സിമ്പിളായിട്ട് പോയിൻ്റായിട്ട് പറയാം. FPTP സിസ്റ്റം ഇസ് വെരി സിമ്പിൾ. ഇത് വളരെ സിമ്പിൾ ആയതുകൊണ്ട് ദെൻ ഈസി ടു അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കാൻ എളുപ്പമാണ്. സ്യൂട്ടബിൾ ഫോർ ലാർജ് കൺട്രി, വലിയ രാജ്യങ്ങൾക്ക് വളരെയധികം അനുയോജ്യമാണ്. പ്രൊവൈഡ് സ്റ്റേബിൾ ഗവൺമെൻറ്, ഈ ഒരു സിസ്റ്റം നമുക്കൊരു നിലനിൽപ്പുള്ള ഒരു ഗവൺമെൻറ്റിനെ പ്രദാനം ചെയ്യുന്നു. വോട്ടേഴ്സ് നോ ദെയർ റെപ്രസെൻറ്റേറ്റീവ്, വോട്ടേഴ്സിന് അവരുടെ പ്രതിനിധികളെക്കുറിച്ച്, അവർ വോട്ട് ചെയ്യാൻ പോകുന്ന സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ അല്ലെങ്കിൽ അറിവ് അവർക്കുണ്ടാകും. ഇതൊക്കെ കൊണ്ടാണ് ഇന്ത്യ FPTP സിസ്റ്റം അഡോപ്റ്റ് ചെയ്യാനുള്ള കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജുഡീഷ്യറിയുടെ നിഷ്പക്ഷത ഉറപ്പുവരുത്താൻ സ്വീകരിച്ച മുൻകരുതലുകൾ എന്തെല്ലാം? അതായത് മെഷേഴ്സ് ഫോർ എൻഷുറിങ് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി എന്നാണ് അത് ഇംഗ്ലീഷിൽ വരുമ്പം. അപ്പോൾ അത് പ്രധാനപ്പെട്ട പോയിന്റ്സ് വരുന്നത്, ഒന്ന് മോഡ് ഓഫ് അപ്പോയിൻമെൻ്റ് ആണ്, രണ്ട് ഫിക്സഡ് ടേം ആണ്, ഒരു നിശ്ചിത കാലാവധി, ദെൻ ഹാൻസം സാലറി, ഉയർന്ന സാലറി, നോ ക്രിറ്റിസിസം അലൗഡ് അഗെയിൻസ്റ്റ് ജഡ്ജസ്, ജഡ്ജസിനെതിരെ വിമർശനങ്ങളൊന്നും അനുവദിക്കില്ല, ദെൻ സെക്യൂരിറ്റി ഓഫ് ഓഫീസ്, അവരുടെ ഓഫീസിൻ്റെ സുരക്ഷ, റെസ്ട്രിക്ഷൻ ഓഫ് പ്രാക്ടീസ് ആഫ്റ്റർ റിട്ടയർമെൻറ്റിന് ശേഷം അവരെ പ്രാക്ടീസ് ചെയ്യാൻ അനുവദിക്കില്ല. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ നിങ്ങൾ ടെക്സ്റ്റിലൊന്ന് വായിച്ച് ക്ലിയർ ആക്കുക കേട്ടോ. ഇത്ര ഈ പോയിന്റ് പഠിച്ചാൽ തന്നെ, പോയിന്റ് മാത്രം എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ പിന്നെ നന്നായി കേട്ടോ, കുറച്ചും കൂടെ ഒന്ന് വൃത്തിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാവും, കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാവും നല്ലത്. 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വെറും പോയിന്റ് എഴുതാതെ. ഓക്കെ. പിന്നീട് 4 മാർക്കിന് ചോദിക്കാവുന്ന ചോദ്യമാണ് പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളും രചയിതാക്കളും, ബുക്സ് ആൻഡ് ഓതേഴ്സ്. അത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ വരാവുന്നത് 4 എണ്ണമൊക്കെ വരുള്ളൂ. കുറച്ചുകൂടെ പ്രധാനപ്പെട്ടത് ഞാൻ പറയാം. ഒന്ന് ലോങ് വാക്ക് ടു ഫ്രീഡം, ആരുടെ പുസ്തകമാണ്? നെൽസൺ മണ്ടേല. ഫ്രീഡം ഫ്രം ഫിയർ, ആങ് സാൻ സൂക്കി. ഓൺ ലിബർട്ടി, JS മിൽ. രാമായണ റീടോൾഡ്, ഒബ്രെ മേനോൻ. ദെൻ സാത്താനിക് വേഴ്സസ്, സൽമാൻ റുഷ്ദി. വാട്ടർ, ദീപ മേത്ത. അണ്ടോ ദി ലാസ്റ്റ്, ജോൺ റസ്കിൻ. ആൻഡ് ഹിന്ദ് സ്വരാജ്, മഹാത്മാഗാന്ധി. പൊളിറ്റിക്സ്, അരിസ്റ്റോട്ടിൽ. റിപ്പബ്ലിക്, പ്ലാറ്റോ. പ്രിൻസ്, മാക്കിയവല്ലി. ഈ പുസ്തകങ്ങളും ഓതേഴ്സിൻ്റെ പേര് നിങ്ങൾ കറക്റ്റ് ഓർത്ത് വെക്കുക കേട്ടോ. ഇതിന് ഏതെങ്കിലും 4 എണ്ണം വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൗരത്വം ആർജിക്കാനുള്ള മാർഗങ്ങളാണ്. വേയ്സ് ഓഫ് അറ്റൈനിങ് സിറ്റിസൺഷിപ്പ് ആർജിക്കാനുള്ള മാർഗങ്ങൾ. പ്രധാനപ്പെട്ട മാർഗങ്ങൾ: 1 സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത്, ജന്മനാൽ. സിറ്റിസൺഷിപ്പ് ബൈ ഡിസെൻറ്റ്, ദെൻ സിറ്റിസൺഷിപ്പ് ബൈ രജിസ്ട്രേഷൻ. സിറ്റിസൺഷിപ്പ് ബൈ നാച്ചുറലൈസേഷൻ, പ്രകൃതിയാൽ. സിറ്റിസൺഷിപ്പ് ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിറ്ററി. ഓക്കെ, ഇത്രയാണ് പൗരത്വം ആർജിക്കാനുള്ള മാർഗങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഘടനാപരമായ ഹിംസയുടെ രൂപങ്ങൾ ചോദിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. 1 ഫോംസ് ഓഫ് സ്ട്രക്ചറൽ വയലൻസ് ആണ് ചോദ്യം ഇംഗ്ലീഷിൽ. ദെൻ ആൻസർ കാസ്റ്റ് സിസ്റ്റം,
ക്ലാസ് പോളറൈസേഷൻ, പാട്രിയാർക്കി, കൊളോണിയലിസം, റാഷിസം, കമ്മ്യൂണലിസം. ഇതാണ് വ്യത്യസ്ത ഹിംസയുടെ സ്ട്രക്ചറൽ വയലൻസിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ്, വ്യത്യസ്ത രൂപങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 4 മാർക്കിന് വരാവുന്ന ചോദ്യമാണ് നെഗറ്റീവ് ലിബർട്ടിയും പോസിറ്റീവ് ലിബർട്ടിയും. അതായത് ക്രിയാത്മക സ്വാതന്ത്ര്യവും നിഷേധാത്മക സ്വാതന്ത്ര്യവും. ക്രിയാത്മക സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ പോസിറ്റീവും നെഗറ്റീവും കേട്ടോ. ആദ്യം നമുക്ക് നെഗറ്റീവ് നോക്കാം. നെഗറ്റീവ് ലിബർട്ടി എന്ന് പറയുന്നത് നോ എക്സ്റ്റേണൽ റെസ്ട്രിക്ഷൻ, പുറമെ നിന്ന് യാതൊരുവിധ റെസ്ട്രിക്ഷനും ഉണ്ടാവില്ല. ഫ്രീഡം ഫ്രം ഇൻ്റർഫിയറൻസ്, ഫ്രീഡം ടു ഡു വാട്ട് ഹി ലൈക്ക്, ഇറ്റ് ഈസ് നോട്ട് ടു ബി ഇൻ്റർഫിയർഡ് വിത്ത്, ഇറ്റ് ഈസ് അബ്സല്യൂട്ട് ഫ്രീഡം. നെഗറ്റീവ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ പരിപൂർണ സ്വാതന്ത്ര്യമാണ്. നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ പുറമെ നിന്നുള്ള യാതൊരു ഇടപെടലുകളും ഉണ്ടാവില്ല. നമുക്കിഷ്ടമുള്ളത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് നെഗറ്റീവ് ലിബർട്ടി. ദെൻ പോസിറ്റീവ് ലിബർട്ടി, ലിബർട്ടി വിത്ത് പോസിറ്റീവ് റെസ്ട്രിക്ഷൻ, കുറച്ച് പോസിറ്റീവായ റെസ്ട്രിക്ഷനോട് കൂടിയിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. ദർ എക്സിസ്റ്റ് ലിമിറ്റഡ് കൺസ്ട്രെയിൻറ്റ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി, നമ്മുടെ വ്യക്തിത്വ വികസനത്തിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കുറച്ച് നിയന്ത്രണങ്ങൾ, ലിമിറ്റഡ് ആയിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉള്ള സ്വാതന്ത്ര്യമാണ് പോസിറ്റീവ് ലിബർട്ടി. അതായത് അതിൽ കുറച്ച് നിയന്ത്രണങ്ങൾ ഉണ്ടാവും, നമുക്ക് തോന്നിയത് എന്തും ചെയ്യാൻ പോസിറ്റീവ് ലിബർട്ടി കേട്ടോ, പോസിറ്റീവ് ലിബർട്ടിയിൽ പറ്റത്തില്ല. ഫ്രീഡം ഈസ് നോട്ട് എ ലൈസൻസ് ടു ഡു എനിത്തിങ്, എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല എന്ത് ഫ്രീഡം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ലിബർട്ടിയിൽ നമുക്ക് റെസ്ട്രിക്ഷൻ ഉണ്ടാവും, നെഗറ്റീവ് ലിബർട്ടിയിൽ റെസ്ട്രിക്ഷൻ ഇല്ല, നമുക്ക് ഇഷ്ടമുള്ളത് എന്തും ചെയ്യാനുള്ള. സോ അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, മറ്റൊരു ചോദ്യം 3 ഡയമെൻഷൻസ് ഓഫ് ഈക്വാലിറ്റി. ഈക്വാലിറ്റിയുടെ 3 തലങ്ങൾ. ഒന്ന് പൊളിറ്റിക്കൽ ഈക്വാലിറ്റി, ഇക്കണോമിക് ഈക്വാലിറ്റി, സോഷ്യൽ ഈക്വാലിറ്റി. ഇത് 3 മാർക്കിന് ചോദിക്കുമ്പോൾ ആ പോയിന്റ്സ് 3 എഴുതിയാൽ മതി. അല്ല 4 മാർക്കിന് കൂടുതൽ മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ അത് 3 എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതണം. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമുക്ക് 4 മാർക്കിന് വരാവുന്ന ചോദ്യങ്ങൾ. ഇത്രയും ചോദ്യങ്ങളെങ്കിലും നിങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങി ഈ ഒരു 4 മാർക്ക് വിഭാഗത്തിൽ ഏകദേശം ഫുൾ മാർക്ക് തന്നെ വാങ്ങി നിങ്ങൾക്ക് പാസ്സാവാൻ സാധിക്കും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക എല്ലാവരും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് മാക്സിമം അയച്ചു കൊടുക്കുക. ചെയ്ത essay 3 മാർക്കിൻ്റെയൊക്കെ വീഡിയോ ഉണ്ട്, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഐ ബട്ടണിലോ ഒക്കെ കൊടുത്തേക്കാം, നിങ്ങൾ തീർച്ചയായിട്ടും കാണും. ഓക്കെ, ഇനി 5 മാർക്കിൻ്റെ ചോദ്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.